ഇന്നത്തെ വീഡിയോയിൽ മെട്രിസസ് എന്ന ചാപ്റ്ററിലെ മിസെലിനിയസ് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പ്രോബ്ലംസ് മെട്രിസസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ആ പ്രോബ്ലംസിനെ ബേസ് ചെയ്തിട്ടുള്ള മിസെലിനിയസ് എക്സസൈസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം തന്നെ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ഇനി ഈ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇവിടെ എ എന്നൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. 3/3 ഓർഡർ ഉള്ള ഒരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ പ്രൂവ് ദാറ്റിൽ a⁻n ഈക്വൽ ടു മെട്രിക്സ് 3n-1, 3n-1, 3n-1. സെക്കൻഡ് റോയിലും 3n-1നെ ബേസ് ചെയ്തിട്ടുള്ള എലമെൻസും തേർഡ് റോയിലും 3n-1നെ ബേസ് ചെയ്തിട്ടുള്ള എലമെൻസ് ആണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആയിരിക്കണം. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ളത്. അപ്പോൾ അതറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോം എന്തായിരിക്കണം? P(n) ആയിരിക്കണം. അതായത് P(n) ആണ് ഇവിടെ a⁻n ആയിട്ട് എടുക്കേണ്ടത്. P(n) ആണ് a⁻n. അപ്പോൾ a⁻n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇവിടെ മെട്രിക്സ് തന്നിട്ടുണ്ട്. 3n-1നെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു മെട്രിക്സ് ആണ് ഇവിടെ a⁻n തന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈക്വൽ ടു 3n-1, 3n-1, 3n-1. സെക്കൻഡ് റൂലും എന്തുതന്നെയാണ്? 3n-1നെ ബേസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. തേർഡ് റൂലും എന്തുതന്നെയാണ്? 3n-1നെ ബേസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ആണ് a⁻n ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് P(n). ഇനി ഇവിടെ 3 സ്റ്റെപ്സ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 1 പറഞ്ഞിരിക്കുന്നത് ടേക്ക് n ഈക്വൽ ടു 1 ആണ്. എന്നിൻ്റെ പ്ലേസിൽ 1 കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് P(n) ആയിരുന്നു. അപ്പോൾ P(n)ൻ്റെ പ്ലേസിൽ 1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ P(1) ആയി. P(1) ഈക്വൽ ടു P(n)ൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം. അപ്പോൾ a⁻n ആണ്. a⁻1 ആയിരിക്കും. ദാറ്റ് ഈക്വൽ ടു ഈ ഒരു മെട്രിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓരോ എലമെൻറ്റ്സിലും n-ൻ്റെ പ്ലേസിൽ നമുക്ക് 1 കൊടുക്കാം. a⁻n എന്നുള്ളത് a⁻1 ആയിരിക്കും. a⁻1 എന്ന് പറയുന്നത് എന്താണ്? a ആണ്. a⁻1 എന്ന് പറയുന്നത് a ആയിരിക്കും. a ഈക്വൽ ടു ഇനി ഈ ഒരു മെട്രിക്സിൽ n-ൻ്റെ പ്ലേസിലെല്ലാം നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ സോ ദിസ് ഈക്വൽ ടു എന്ത് കിട്ടും? ദിസ് ഈക്വൽ ടു 3(1 - 1), 3(1 - 1), 3(1 - 1). സെക്കൻഡ് റോയിലും 3(1 - 1), 3(1 - 1), 3(1 - 1). തേർഡ് റോയിലും 3(1 - 1)നെ ബേസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കണം? 3(1 - 1) വന്നിരിക്കുന്നത്. എല്ലാ എലമെൻറ്റ്സിലും 1 - 1 ആണ് പവറിൽ. 1 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പോൾ 3(0) എന്ന ഫോമിലാണ് ഈ മെട്രിക്സിലുള്ള ഓരോ എലമെൻറ്റ്സും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ P(1) ഈക്വൽ ടു a ഈക്വൽ ടു എന്ത് വന്നു? 3(0), 3(0), 3(0). സെക്കൻഡ് റോയിലും 3(0)നെ ബേസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് തന്നെ കിട്ടും. തേർഡ് റോയിലോ 3(1 - 1)നെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 3(0), 3(0), 3(0) ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3യുടെ പവറിലൂടെ 0 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെ പവറിൽ 0 വന്നു കഴിഞ്ഞാൽ ദാറ്റ് എലമെൻറ്റ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ എല്ലാ എലമെൻറ്റ്സും എന്ത് തന്നെയായി? 1 ആയിരിക്കും. അപ്പോൾ സോ ദിസ് ഈക്വൽ ടു 1 1 1. സെക്കൻഡ് റോയിലും 1 1 1, തേർഡ് റോയിലും 1 1 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടിയ മെട്രിക്സ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലത്തെ എ എന്ന മെട്രിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന മെട്രിക്സിലത്തെ സെയിം മെട്രിക്സ് തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടിയിരിക്കുന്നത്. തന്നിരിക്കുന്ന മെട്രിക്സ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മെട്രിക്സ് a ഈക്വൽ ടു 1നെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എലമെൻറ്റ്സ് ആണ്. ഇവിടെയും കിട്ടിയിരിക്കുന്നത് 1നെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എലമെൻറ്റ്സുള്ള ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ therefore P(1) ഈസ് ട്രൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എടുത്ത് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പിൽ
എന്താണ് കണ്ടീഷൻ? ടേക്ക് n ഈക്വൽ ടു കെ ആണ്. എന്നിൻ്റെ പ്ലേസിൽ കെ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് അസ്യൂം ചെയ്യാണ്. അപ്പോൾ അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ എന്നായിരിക്കണം. അപ്പോൾ ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ കെ കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് കെ ഏതൊരു രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും? എ റേസ് ടു എൻ ആണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ പ്ലേസിൽ കെ കൊടുത്തു. അപ്പോൾ എ റേസ് ടു കെ ഈക്വൽ ടു മെട്രിക്സിൽ ഓരോ എലമെൻസും 3n-1 ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ കെ കൊടുത്തു കഴിഞ്ഞാൽ 3k-1, 3k-1, 3k-1. സെക്കൻഡ് റോയിലും 3k-1, 3k-1, 3k-1. തേർഡ് റോയിലോ 3k-1നെ ബേസ് ചെയ്തിട്ട് ആയിരിക്കണം ഓരോ എലമെൻസും ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ അസ്യൂം ചെയ്തു പി ഓഫ് കെ ഈസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷൻ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്തായിരിക്കും? തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? തേർഡ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ n ഈക്വൽ ടു കെ ആയിരിക്കണം. അപ്പോൾ ടേക്ക് n ഈക്വൽ ടു കെ പ്ലസ് 1 ചെയ്താൽ മതി. എന്നിൻ്റെ പ്ലേസിൽ കെ പ്ലസ് 1 കൊടുക്കാം. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എ റേസ് ടു എൻ ആയിരുന്നു. ആ എന്നിൻ്റെ പ്ലേസിൽ ഇവിടെ കെ പ്ലസ് 1 ആണ് കൊടുക്കേണ്ടത്. എ റേസ് ടു എൻ ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ആ എന്നിൻ്റെ പ്ലേസിൽ ഇവിടെ കെ പ്ലസ് 1 കൊടുക്കുകയാണ്. സോ ദിസ് ഈക്വൽ ടു ഇവിടെ എ റേസ് ടു കെ പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് ഏത് ഫോർമുലയ്ക്ക് എത്തി കഴിഞ്ഞു? എ റേസ് ടു എം പ്ലസ് എൻ ആണ്. എ റേസ് ടു എം പ്ലസ് എൻ എന്താണ്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. ഇവിടെ എം എന്ന് പറയുന്നത് കെയും n എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എ റേസ് ടു കെ ഇൻറ്റു എ റേസ് ടു 1 ആണ്. എ റേസ് ടു 1 എന്ന് പറയുന്നത് എന്താ? എക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ റേസ് ടു കെ ഇൻറ്റു എ എന്ന് എഴുതാം. പക്ഷേ എ റേസ് ടു കെ എന്ത് ചെയ്യാം? സ്റ്റെപ്പ് 2ൽ എ റേസ് ടു കെ എന്ന മെട്രിക്സ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് ദാറ്റ് മെട്രിക്സ് ഇസ് ട്രൂ ആണെന്ന്. അപ്പോൾ ആ ഒരു മെട്രിക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് മെട്രിക്സിൽ 3k-1നെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എലമെൻറ്റ്സ് ആയിരിക്കണം. 3k-1, 3k-1. സെക്കൻഡ് റോയിലും എന്ത് തന്നെയാണ്? 3k-1, 3k-1, 3k-1. തേർഡ് റോയിലോ 3k-1നെ ബേസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കണം. ഇതാണ് എ റേസ് ടു കെ എന്ന മെട്രിക്സ് കിട്ടേണ്ടത്. ഇൻറ്റു ക്യാപിറ്റൽ എ. എ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സ്, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മെട്രിക്സ് 111 ആയിരുന്നു. 111നെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ എടുക്കാം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3k-1 ഇൻറ്റു 1. നെക്സ്റ്റ് എലമെൻറ്റ് എടുത്താലോ 3k-1 ഇൻറ്റു 1. തേർഡ് എലമെൻറ്റ് എടുത്താലും 3k-1 ഇൻറ്റു 1. ആ മൂന്ന് എലമെൻറ്റ്സും നമുക്ക് ആഡ് ചെയ്യാം. അതായത് 3k-1 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3k-1 ആണ്. പ്ലസ് 3k-1 പ്ലസ് 3k-1. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് റോ സെക്കൻഡ് കോൾ എടുക്കാം. അവിടെയും എന്ത് തന്നെയാണ്? 3k-1 ഇൻറ്റു 1, 3k-1 ഇൻറ്റു 1, 3k-1 ഇൻറ്റു 1. അത് മൂന്നും എലമെൻറ്റ്സും നമുക്ക് ആഡ് ചെയ്യാം. അതായത് 3k-1 പ്ലസ് 3k-1 പ്ലസ് 3k-1. ഇനി തേർഡ് എലമെൻറ്റ് എന്തായിരിക്കണം? തേർഡ് എലമെൻറ്റും ഇതേപോലെ തന്നെ തേർഡ് റോ തേർഡ് കോളാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് റോ തേർഡ് കോളാണ് എടുക്കേണ്ടത്. ഫസ്റ്റ് റോ തേർഡ് കോൾ എടുക്കുമ്പോൾ ഓരോ എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും സെയിം എലമെൻറ്റ്സ് തന്നെ കിട്ടും. അതായത് 3k-1 പ്ലസ് 3k-1 പ്ലസ് 3k-1 ആണ്. ഇനി നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് റോ ഫസ്റ്റ് കോൾ എടുക്കാം. അവിടെയും എന്ത് തന്നെയാണ്? 3k-1 ഇൻറ്റു 1. നെക്സ്റ്റ് എലമെൻറ്റ് 3k-1 ഇൻറ്റു 1, 3k-1 ഇൻറ്റു 1. അതെല്ലാം ആഡ് ചെയ്യാം. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോൾ എടുത്താലും ഇതേപോലെ തന്നെ ഓരോ എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് റോ തേർഡ് കോൾ എടുത്താലും എന്ത് തന്നെയാണ്? ഇൻറ്റു 1 തന്നെയാണ് എല്ലാത്തിലും ചെയ്യുന്നത്. അപ്പോൾ മൂന്ന് എലമെൻറ്റ്സും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുമ്പോൾ സെയിം ഇതേ എലമെൻറ്റ്സ് തന്നെയാണ് കിട്ടുക. അപ്പോൾ 3k-1 പ്ലസ് 3k-1 പ്ലസ് 3k-1. സെക്കൻഡ് എലമെൻറ്റും 3k-1 പ്ലസ് 3k-1 പ്ലസ് 3k-1. തേർഡ് എലമെൻറ്റും ഇതേ എലമെൻറ്റ് തന്നെയാണ് കിട്ടുക.
പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1. ഇനി തേർഡ് റോനെ ബേസ് ചെയ്തിട്ടെടുത്താലോ. തേർഡ് റോ ഫസ്റ്റ് കോളം എടുക്കാം. 3 റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു 1 3 റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു 1 അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുക. ഇനി തേർഡ് റോ സെക്കൻഡ് കോളം എടുത്താലും 3 റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു 1 3 റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു 1 3 റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു 1 ഇതും 3 എലമെൻറ്റ്സും തമ്മിൽ ആഡ് ചെയ്യാം. ഇനി തേർഡ് റോ തേർഡ് കോളം എടുത്താലും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓരോന്നിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം അവിടെയും ആഡ് ചെയ്യുമ്പോൾ സെയിം ഇതേ എലമെൻറ്റ്സ് തന്നെ നമുക്ക് കിട്ടും. അതായത് 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1. ഇനി നെക്സ്റ്റ് എലമെൻറ്റും 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1. ഇനി ലാസ്റ്റ് എലമെൻറ്റോ 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 3 റേസ് ടു കെ മൈനസ് 1 ആണ്. ഇനി ഇത്രയും കിട്ടി കഴിഞ്ഞു. ഇനി ദിസ് ഈക്വൽ ടു നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ നോക്കാം. ഫസ്റ്റ് എലമെൻറ്റിൽ 3 ടൈംസ് ആണ് 3 റേസ് ടു കെ മൈനസ് 1 വന്നിരിക്കുന്നത്. 3 ടൈംസ് എല്ലാ എലമെൻറ്റ്സിലും സെയിം അതേ രീതിയിൽ തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ 3 ഇൻറ്റു 3 റേസ് ടു കെ മൈനസ് 1 എന്ന് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു 3 ഇൻറ്റു 3 റേസ് ടു കെ മൈനസ് 1 തന്നെയായിരിക്കണം എല്ലാ എലമെൻറ്റ്സിലും വരേണ്ടത്. 3 ഇൻറ്റു 3 റേസ് ടു കെ മൈനസ് 1. ഇവിടെയും 3 ഇൻറ്റു 3 റേസ് ടു കെ മൈനസ് 1 തന്നെയാണ് എല്ലാ എലമെൻറ്റ്സും വന്നിരിക്കുന്നത് സെക്കൻഡ് റോ. ഇനി തേർഡ് റോ എടുത്താലോ 3 ഇൻറ്റു 3 റേസ് ടു കെ മൈനസ് 1 തന്നെയായിരിക്കും അവിടെയും എല്ലാ എലമെൻറ്റ്സ് വരേണ്ടത്. ഇനി ഈ ഒരു മെട്രിക്സിൽ നമുക്ക് അറിയേണ്ട ഒരു ഫോർമുല എന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ്. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എലമെൻറ്റിൽ 3 ഇൻറ്റു 3 റേസ് ടു കെ മൈനസ് 1 ആണ് നിൽക്കുന്നത്. അപ്പോൾ 3യുടെ പവറിൽ 1 ആണ്. 3 റേസ് ടു 1 ആണല്ലോ 3. ഇനി 3 റേസ് ടു കെ മൈനസ് 1 ആണ്. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആയി. എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ 1 പ്ലസ് കെ മൈനസ് 1 വരാം. അപ്പോൾ ആ 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 റേസ് ടു കെ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ എല്ലാ എലമെൻറ്റ്സിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 റേസ് ടു കെ തന്നെ എല്ലാ എലമെൻറ്റ്സിലും നമുക്ക് എഴുതാം. സെക്കൻഡ് റോ എടുക്കുകയാണെങ്കിലും സെയിം എലമെൻറ്റ് തന്നെ 3 റേസ് ടു കെ 3 റേസ് ടു കെ 3 റേസ് ടു കെ. തേർഡ് റോയിലും എന്ത് തന്നെയായിരിക്കും? 3 റേസ് ടു കെ തന്നെയായിരിക്കും. 3 റേസ് ടു കെ 3 റേസ് ടു കെ ആണ്. അപ്പോൾ ഇത്രയും കിട്ടി കഴിഞ്ഞു. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 ആണ്. പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു 3 റേസ് ടു കെ ആയിട്ടാണ് എല്ലാ എലമെൻറ്റ്സിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കെ പ്ലസ് 1ൻ്റെ ഫോമിലേക്ക് എഴുതുമ്പോൾ കെ പ്ലസ് 1 മൈനസ് 1 എഴുതിയാൽ മതി. അപ്പോൾ പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കെക്ക് ഈക്വൽ ആവും. സോ ദിസ് ഈക്വൽ ടു 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 എന്ന് എഴുതാം. പ്ലസ് 1ഉം മൈനസ് 1ഉം കളഞ്ഞാൽ എന്തായിരിക്കണം? കെക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെയും 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 എന്ന് എഴുതാം. ലാസ്റ്റ് എലമെൻറ്റിലും 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1. സെക്കൻഡ് റോയിലും ഇതേപോലെ തന്നെ 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ആയിരിക്കും. തേർഡ് റോയിലും എന്ത് തന്നെയാണ്? സെയിം എലമെൻറ്റ്സ് തന്നെയായിരിക്കും. 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1. സെക്കൻഡ് എലമെൻറ്റും 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1. തേർഡ് എലമെൻറ്റും 3 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 1 ആണ്. അപ്പോൾ ഇതാണ് പി ഓഫ് കെ പ്ലസ് 1ൻ്റെ മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സും നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഏതായിരുന്നു? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെട്രിക്സ് എ റേസ് ടു എൻ ആണ് മെട്രിക്സ്. പി ഓഫ് എൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത് പി ഓഫ് എൻ ആണ്. പി ഓഫ് എൻ എന്ന മെട്രിക്സിൽ എ റേസ് ടു എൻ ആയിരുന്നു. എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ 3 റേസ് ടു എൻ മൈനസ് 1 3 റേസ് ടു എൻ മൈനസ് 1നെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എലമെൻറ്റ്സ് ആയിരുന്നു. സെക്കൻഡ് റോയിലായാലും 3 റേസ് ടു എൻ മൈനസ് 1 തന്നെയായിരുന്നു. തേർഡ് റോയിലായാലും 3 റേസ് ടു എൻ മൈനസ് 1നെ ബേസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് തന്നെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു പി ഓഫ് എൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഈ എന്നിൻ്റെ പ്ലേസിൽ ഇവിടെ കെ പ്ലസ് 1 കൊടുത്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കെ പ്ലസ് 1 കൊടുത്തു. റൈറ്റിലും എന്നിൻ്റെ പ്ലേസിൽ കെ പ്ലസ് 1 മൈനസ് 1 എഴുതാനായിട്ട് നമുക്ക് സാധിച്ചു 3യുടെ പവറിൽ. അപ്പോൾ എല്ലാ എലിമെൻറ്റ്സ് അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് 3യും സാറ്റിസ്ഫൈഡ് ആയി. ദെർഫോർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് പറയാനായിട്ട് സാധിച്ചു.
അപ്പോൾ ഇവിടെ 3 സ്റ്റെപ്സും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, ദെൻ തേർഡ് സ്റ്റെപ്പ്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എ റേസ് ടു എൻ ഈക്വൽ ടു മെട്രിക്സ് 3n-1, 3n-1, 3n-1 ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എലമെൻസും ഹോൾസ് ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പ്രോബ്ലം ഇതേപോലെ തന്നെ ക്യാപിറ്റൽ എ ഈക്വൽ ടു മെട്രിക്സ് 3-4 1-1 ആണ് തന്നിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് എ റേസ് ടു എൻ ഈക്വൽ ടു മെട്രിക്സ് 1+2n -4n en 1 - 2n where n is any positive integer. അപ്പോൾ ഇവിടെയും ഏത് മെത്തേഡ് തന്നെ ഉപയോഗിക്കണം? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് വേണം ഇവിടെയും എ റേസ് ടു എൻ സാറ്റിസ്ഫൈ ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ സ്റ്റെപ്സ് അറിയാലോ. ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ പി ഓഫ് എൻ ആണ് നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. ആ പി ഓഫ് എൻ എന്നുള്ളത് ഇവിടുത്തെ എ റേസ് ടു എൻ എന്ന മെട്രിക്സ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 3 സ്റ്റെപ്സ് അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ റിസൾട്ട് അവിടെ ട്രൂ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെയും എ റേസ് ടു എന്നിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിച്ചു? പി ഓഫ് എൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പി ഓഫ് എൻ ഈക്വൽ ടു എ റേസ് ടു എൻ. എ റേസ് ടു എൻ എന്ന മെട്രിക്സ് എന്താണ്? മെട്രിക്സ് 1+2n -4n n 1 - 2n ആണ്. ഇനി ഇവിടെ 3 സ്റ്റെപ്സ് ഇവിടെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ് 3 സ്റ്റെപ്സ്? സ്റ്റെപ്പ് 1ൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് n ഈക്വൽ ടു 1 ആണ് എടുക്കേണ്ടത്. n ഈക്വൽ ടു 1. അപ്പോൾ പി ഓഫ് എൻ, എന്നിൻ്റെ പ്ലേസിൽ ഇവിടെ 1 കൊടുക്കാം. പി ഓഫ് 1 ഈക്വൽ ടു എ റേസ് ടു എൻ. അവിടെയും എന്നിൻ്റെ പ്ലേസിൽ 1 ആണ്. അപ്പോൾ എ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഈക്വൽ ടു മെട്രിക്സിൽ ഓരോ എന്നിൻ്റെ പ്ലേസിലും 1 കൊടുത്തു കഴിഞ്ഞാൽ 1 + 2 × 1 -4 × 1 എന്നിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക. 1 - 2 × 1 ദിസ് ഈക്വൽ ടു, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 + 2 × 1 എന്താണ്? 1 + 2 എന്ന് കിട്ടി. ഇപ്പോൾ 3 എന്ന് കിട്ടി. -4 × 1 -4 ആയിരിക്കും. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1ഉം 1 - 2 × 1 ആണ്. 1 - 2 എന്താ വരിക? -1 ആണ്. ഈ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലത്തെ എ എന്ന മെട്രിക്സ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെയിം ആൻസർ തന്നെയാണ് ഇവിടെ പി ഓഫ് 1ലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദെർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് പറയാനായിട്ട് സാധിച്ചു. പി ഓഫ് 1 ഈസ് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് 1 ട്രൂ ആണെന്ന് കാണിച്ചു. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 എന്താണ്? സ്റ്റെപ്പ് 2ൽ അസ്യൂം ചെയ്യാണ് പി ഓഫ് കെ ഈസ് ട്രൂ. അതിന് n ഈക്വൽ ടു കെ എന്ന് എടുക്കാം. n ഈക്വൽ ടു കെ എടുത്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ. ജസ്റ്റ് അസ്യൂം ചെയ്യൽ മാത്രമേ ഉള്ളൂ സെക്കൻഡ് സ്റ്റെപ്പിലുള്ളത്, അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ എന്നുള്ളത്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഉടനെ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ തേർഡ് സ്റ്റെപ്പിൽ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? തേർഡ് സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് കെ +1 ആണ്. അപ്പോൾ ഇവിടെ പി ഓഫ് കെ എന്നുള്ളത് ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കണം. പി ഓഫ് കെ എന്നുള്ളത് എ റേസ് ടു കെ ആണ്. അതായത് ഇവിടെ എ റേസ് ടു n ആണ്. എന്നിൻ്റെ പ്ലേസിലൊക്കെ കെ കൊടുക്കുക. അപ്പോൾ 1 + 2k -4k k 1 - 2k എന്ന് കിട്ടി. അപ്പോൾ ഈ പി ഓഫ് കെ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ അസ്യൂം ചെയ്ത് കഴിഞ്ഞു ഇറ്റ് ഈസ് ട്രൂ ആണെന്നുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 നോക്കാം. സ്റ്റെപ്പ് 3ൽ എന്താണ്? എന്നിൻ്റെ പ്ലേസിൽ നമ്മൾ k +1 ആണ് കൊടുക്കേണ്ടത്. അതായത് പി ഓഫ് k +1 പ്രൂവ് ആണെന്ന് തെളിയിക്കണം. പി ഓഫ് k +1 ട്രൂ എന്നുള്ളത് നമുക്ക് തെളിയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ റേസ് ടു n എന്നുള്ള ടേം നമുക്ക് തന്നിട്ടുണ്ട്. എ റേസ് ടു കെ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ ഇവിടെ നമുക്ക് എ റേസ് ടു k +1 എന്ന് കൊടുക്കാം. അപ്പോൾ എ റേസ് ടു k +1 എന്തായിരിക്കണം? എ റേസ് ടു m + എന്നിൻ്റെ ജനറൽ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എ റേസ് ടു m × എ റേസ് ടു n എഴുതിക്കൂടെ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ എ റേസ് ടു k × എ റേസ് ടു 1 ആണ്. എ റേസ് ടു 1ൻ്റെ പ്ലേസിൽ നമുക്ക് എ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എ റേസ് ടു കെയുടെ പ്ലേസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് പി ഓഫ് കെ ഈക്വൽ ടു എ റേസ് ടു കെ എന്നുള്ളൊരു മെട്രിക്സ്. ആ മെട്രിക്സ് ആണ് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് 1 + 2k -4k k ദെൻ 1 - 2k ആണ് ഇൻറ്റു
ക്യാപിറ്റൽ എ എന്ന മെട്രിക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഒരു മെട്രിക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 - 4 1 - 1 ആണ്. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ എന്താണ് കണ്ടീഷൻ അവിടെ വന്നിരിക്കുന്നത്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എടുക്കാം. അപ്പോൾ 1 + 2k × 3 എന്ന് എടുക്കാം. അപ്പോൾ സോ ദിസ് ഈക്വൽ ടു 1 + 2k × 3 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 × 1 + 2k പ്ലസ് -4k × 1 ആണ്. അപ്പോൾ പ്ലസ് -4k എന്ന് എഴുതി. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എടുക്കുമ്പോൾ 1 + 2k × -4 ആണ്. 1 + 2k × -4 പ്ലസ് -4k × -1 ആണ്. അവിടെ മൈനസ് പ്ലസ് ആയി. അപ്പോൾ 4k × 1 ആണ്. അപ്പോൾ 4k എന്ന് എഴുതി. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എടുക്കുമ്പോൾ k × 3 അതായത് 3k എന്ന് വന്നു. ദെൻ പ്ലസ് 1 - 2k × 1 ആണ്. അപ്പോൾ 1 - 2k തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം എടുക്കാം. k × -4 എന്നുള്ളത് -4k എന്ന് എടുത്തു. ദെൻ 1 - 2k × -1 എന്നുള്ളത് എന്തായി? -1 - 2k ആയിരിക്കും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ഈക്വൽ ടു ഇനി 3 × 1 + 2k ആണ് നിൽക്കുന്നത്. അപ്പോൾ 3 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 + 3 × 2 6k എന്ന് വന്നു. പ്ലസ് മൈനസ് അവിടെ എന്തായി? -4k ആയിരിക്കും. ഇവിടെ -4 × 1 എന്താണ്? -4 -4 + 2k ആണ് നിൽക്കുന്നത്. അപ്പോൾ -8k എന്ന് എഴുതാം. പ്ലസ് 4k ആയിരിക്കും. ഇനി ഈ സെക്കൻഡ് റൂവിൽ ഫസ്റ്റ് എലമെൻറ്റ് 3k + 1 - 2k എന്ന് എഴുതാം. ലാസ്റ്റ് എലമെൻറ്റോ -4k പ്ലസും മൈനസും അവിടെ മൈനസായി. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -1 മൈനസ് അവിടെ എന്തായി? പ്ലസ് ആയിരിക്കും. പ്ലസ് 2k എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വീണ്ടും ഈ ഒരു മെട്രിക്സിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ദിസ് ഈക്വൽ ടു ഇനി ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 3 + 6k - 4k എന്തായിരിക്കണം? 2k ആയിരിക്കും. ഇനി ഇവിടെ എന്തായിരിക്കണം? -4 ആണ്. -4 -8k + 4k എന്തായിരിക്കും? -4k ആണ്. ഇവിടെയോ 3k + 1 - 2k ആണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഫസ്റ്റ് നമുക്ക് എന്തെഴുതാനായിട്ട് സാധിക്കും? കോൺസ്റ്റൻറ്റ് ടേം നമുക്ക് എഴുതാം. 1 + k ആണ്. 1 + k ആണ് വേണ്ടത്. ഇവിടെ -4k -1 + 2k ആണ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം നമുക്ക് ഫസ്റ്റ് എഴുതാം. -1 എഴുതാം. -1 ഇനി -4k + 2k എന്താണ്? -2k ആയിരിക്കും. അപ്പോൾ സോ ദിസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിച്ചു? ഓരോ എലമെൻറ്റ്സ് ഇനി വീണ്ടും ഇവിടെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനും കൂടിയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 3 + 2k ആണ്. സെക്കൻഡ് എലമെൻറ്റ് -4 - 4k ആണ്. ഇവിടെ 1 + k ആണ് വരേണ്ടത്. 1 + k ദെൻ -1 - 2k ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 3 + 2k സെക്കൻഡ് എലമെൻറ്റ് -4k 1 + k -1 - 2k ആണ്. അപ്പോൾ P of k + 1 = a⁻k + 1 ആണ്. അപ്പോൾ kയുടെ പ്ലേസിലെല്ലാം k + 1 കിട്ടണം. പക്ഷേ സെക്കൻഡ് റൂളിലത്തെ ഫസ്റ്റ് എലമെൻറ്റ് മാത്രമേ ഇവിടെ k + 1 ഫോമിലേക്ക് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ എലമെൻറ്റ്സും നമുക്ക് ചേഞ്ചസ് വരുത്തണം. കാരണം a⁻n എന്നുള്ളത് 1 + 2n - 4n ദെൻ n 1 - 2n ആണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് a⁻n ഫസ്റ്റ് എലമെൻറ്റും a⁻k + 1 ഫസ്റ്റ് എലമെൻറ്റിനും ചേഞ്ചസ് വന്നിട്ടുണ്ട്. കണ്ടോ? ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ നിൽക്കുന്നത് എന്താണ്? 1 + 2n ആണ് a⁻n a⁻k + 1 ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 3 ആണ്. 3 + 2k ആണ് നിൽക്കുന്നത്. അപ്പോൾ ആ 3നെ 1+ എന്ന ഫോമിലേക്ക് എഴുതണം. a⁻n ഫസ്റ്റ് എലമെൻറ്റ് 1+ എന്നുള്ള ഫോമാണ്. അപ്പോൾ ഈ 3നെ 1+ എന്ന ഫോമിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ P of k + 1 = 3നെ നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? 1 + 2 എന്ന് എഴുതിയാൽ 3 ആണ്. പ്ലസ് 2k എന്ന് എഴുതാം. ഇനി സെക്കൻഡ് എലമെൻറ്റോ? സെക്കൻഡ് എലമെൻറ്റ് ഇവിടെ -4 - 4k ആണ്. -4 - 4k ആണ്. ഇവിടെ -4n ആണ് a⁻n. അപ്പോൾ ഇവിടെ -4 ഔട്ട്സൈഡ് എടുത്താൽ മതി. -4 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ k + 1 ആണ്. അപ്പോൾ n പ്ലേസിൽ ഇവിടെ k + 1 ആയി. ഇനി സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1 + k ആണ്. a⁻n n ആണ്. ആ ഒരു ടേമിന് യാതൊരു ചേഞ്ചസ് ഇല്ല. k + 1 തന്നെ എഴുതാം. ഇനി ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ ശ്രദ്ധിക്കണം. ലാസ്റ്റ് എലമെൻറ്റിൽ ഇവിടെ 1 - 2n ആണ്. 1 - 2n ആണ് അവിടെ ലാസ്റ്റ് എലമെൻറ്റ് വരേണ്ടത്. ലാസ്റ്റ് എലമെൻറ്റിലൂടെ -1 - 2k ആണ് നമുക്ക് P of k + 1 കിട്ടിയിരിക്കുന്നത്. a⁻n ആണെങ്കിൽ 1 - 2n ആണ്.
അപ്പോൾ ഇവിടെ -1 ഉള്ളത് എന്തിലേക്ക് മാറ്റണം, 1ലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ നടത്തണം. 1 - 2 എന്ന് എഴുതിയാൽ മതി. -1 കിട്ടി, 1 - 2 എന്ന് എഴുതാം. മൈനസ് എന്തായിരിക്കണം, 2k ആയിരിക്കണം. -1നെയാണ് 1 - 2 എന്ന് എഴുതിയത്. മൈനസ് നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിച്ചു, -2k ആയിരിക്കും. ഇനി ദിസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 + 2 + 2k ആണ്. അപ്പോൾ ഈ 2 + 2kയിൽ നിന്ന് 2 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. 1 അവിടെ നിർത്താണ്. 1 + 2 + 2kയിൽ നിന്ന് 2 ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ബ്രാക്കറ്റിൽ 1 + k ആണ്. 1 + kന് k + 1 എഴുതാനായിട്ടും സാധിച്ചു. സെക്കൻഡ് എലമെൻറ്റ് -4 × k + 1 എഴുതാം. ദെൻ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് k + 1 എഴുതാം. ദെൻ ലാസ്റ്റ് എലമെൻറ്റിൽ 1 - 2k ആണ്. 1 അവിടെ നമുക്ക് നിർത്താം. -2 × ഇനി കോമൺ ടേംസ് അതിൽ നിന്ന് എടുക്കുമ്പോൾ 1 + k ആണ് ബ്രാക്കറ്റിൽ വരിക. അപ്പോൾ k + 1 എഴുതാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു ഫോമിലാണ് P(k + 1) എന്ന മെട്രിക്സ് നമുക്ക് എഴുതാനായിട്ട് സാധിച്ചത്. അതായത് a⁴n എന്ന മെട്രിക്സിൻ്റെ ഫോമിലേക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടാൽ അറിയാം, ഫസ്റ്റ് എലമെൻറ്റ് കൊണ്ട് 1 + 2 × n പ്ലേസിൽ k + 1 എഴുതി. ഇനി -4n ആയിരുന്നു, ഇവിടെ എങ്ങനെ എഴുതാനായിട്ട് സാധിച്ചു, -4 × k + 1 എഴുതി. n പ്ലേസിൽ k + 1. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് n പ്ലേസിൽ ഇവിടെ k + 1 എഴുതി. ഇവിടെ ലാസ്റ്റ് എലമെൻറ്റ് 1 - 2n ആണ്. 1 - 2 × k + 1 എഴുതാനായിട്ടും സാധിച്ചു. അപ്പോൾ P(k + 1) ഇവിടെ ട്രൂ ആണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിച്ചു. Therefore P(k + 1) ഈസ് ട്രൂ എന്ന് പറയാനായിട്ട് സാധിച്ചു. 3 സ്റ്റെപ്സും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് പറയാം, ദസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ a⁴n = matrix 1 + 2n - 4n n 1 - 2n ഹോൾസ് ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ 2 പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. താങ്ക്